ഇത് കൂർഗ് സ്റ്റേസ് വെബ്സൈറ്റിൻ്റെ ഇത് കണ്ടൻറ്റ്സ് അപ്ഡേറ്റ് ആക്കുന്ന ഫസ്റ്റ് അതിന് കണ്ടൻറ്റ് അപ്ഡേറ്റ് ആക്കാൻ കണ്ടൻറ്റ്സ് എല്ലാം ഫോട്ടോസ് അപ്ഡേറ്റ് ആക്കാൻ അഡ്മിനായിട്ട് ലോഗിൻ ആണ്. അഡ്മിനായിട്ട് ലോഗിൻ ആണെങ്കിൽ ഞാൻ യൂസർ നെയിം പാസ്വേഡ് ഇപ്പോൾ സെൻഡ് ആക്കി തരാം. ബട്ട് അത് URL അഡ്മിൻ ലോഗിൻ ആണെങ്കിൽ വെബ്സൈറ്റിൻ്റെ പേര് പിന്നെ coorgstays.com/ പിന്നെ WP-ADMIN അഡ്മിൻ. ഓക്കെ, ഇങ്ങനെ അടിച്ചിട്ട് എൻ്റർ കൊടുത്തെങ്കിൽ അഡ്മിൻ ലോഗിൻ വിൻഡോ ഓപ്പൺ ആവും. സോ ഇവിടെ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, യൂസർ നെയിം പാസ്വേഡ് കൊടുത്തിട്ട് ലോഗിൻ കൊടുത്തപാട് ഡാഷ്ബോർഡിലേക്ക് വരും. ഇത് ഡാഷ്ബോർഡ് വെബ്സൈറ്റിൻ്റെ അഡ്മിൻ പാനൽ. ഇവിടെ നമുക്കെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് സർവീസ് ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഇതിനെല്ലാം മാനേജ് ചെയ്യാം. ഓക്കെ, ന്യൂ ടാബിൽ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക. ഇപ്പോൾ വെബ്സൈറ്റ് ന്യൂ ടാബിൽ ഓപ്പൺ ആക്കുക. ഡയറക്റ്റ് പോയിട്ട് ന്യൂ ടാബ് ഓപ്പൺ ആക്കിയിട്ട് വെബ്സൈറ്റ് അഡ്രസ്സ് അടിച്ചാലും ഓപ്പൺ ആവും. അല്ലെങ്കിൽ കൺട്രോൾ പിടിച്ചിട്ട് ഇവിടെ മൗസ് ഇവിടെ പോയിൻ്റ് ആക്കുമല്ലേ, മൗസ് ഇങ്ങനെ പോയിൻ്റ് ആക്കുമ്പോൾ ഇവിടെ വിസിറ്റ് സൈറ്റിൽ നിന്ന് വരും. കൺട്രോൾ പിടിച്ചിട്ട് വിസിറ്റ് സൈറ്റ് ക്ലിക്ക് ആക്കിയാൽ ന്യൂ ടാബിൽ വെബ്സൈറ്റ് ഓപ്പൺ ആവും. ഓക്കെ, ഇത് വെബ്സൈറ്റ്. സോ ഇവിടെ നമുക്ക് വേറെ കാറ്റഗറീസ് ഉണ്ട്. കൂർഗ് സ്റ്റേസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേസിൻ്റെ കാറ്റഗറീസ് കൊടുത്തിന്. പിന്നെ കാർ റെൻ്റൽ, ബൈക്ക്, ജീപ്പ് സഫാരി, ട്രക്കിംഗ്, ഇങ്ങനെ വേറെ സർവീസസ് ഉണ്ടല്ലേ. സോ ആ സർവീസസ് എല്ലാം നമുക്ക് എങ്ങനെ ആഡ് ആക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ടാബിൽ അഡ്മിൻ ലോഗിൻ ആയിട്ടുണ്ടായില്ലേ, ഇത് അഡ്മിൻ പാനൽ. സോ ഇവിടെ കൂർഗ് സ്റ്റേ സർവീസസ് എന്ന് പറഞ്ഞിട്ട് കാണും ടോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ. സോ ഇവിടെ ആൾ കാറ്റഗറി സർവീസസ് ക്ലിക്ക് ചെയ്തെങ്കിൽ ആൾ കൂർഗ് സ്റ്റേ സർവീസസ് ക്ലിക്ക് ചെയ്താൽ ആൾറെഡി ആഡ് ആക്കിയ എല്ലാ സർവീസസും ഇവിടെ ഡിസ്പ്ലേ ഉണ്ട്. ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം, സൈറ്റ് സീയിങ് ടൂർസ്, ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സോ എഡിറ്റർ വിൻഡോ ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് ഡീറ്റെയിൽ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതാ എക്സാമ്പിൾ ഇവിടെ കണ്ടൻറ്റ്സ് എന്തെങ്കിലും ആഡ് ആക്കണമെന്ന് അവിടെ മൗസ് ക്ലിക്ക് ചെയ്തിട്ട് സെയിം വേർഡിൽ നമ്മൾ ചെയ്യല്ലേ, മൈക്രോസോഫ്റ്റ് വേർഡ് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്താൽ ഓക്കെ ടൈപ്പ് ചെയ്യാം. ഡിലീറ്റ് ആക്കാം. അതേമാതിരി നമുക്ക് ഒരു ഹെഡിങ് ആഡ് ആക്കണമെങ്കിൽ എൻ്റർ കൊടുത്താൽ മതി. എവിടെ ഹെഡിങ് ആഡ് ആക്കണം, ഇപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് നിങ്ങൾക്ക് ആഡ് ആക്കണമെങ്കിൽ ഇവിടുന്ന് പോയിട്ട് 2 പ്രാവശ്യം എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് ആഡ് ആവും. ബ്ലോക്ക് ആഡ് ആവാതെ / കൊടുത്തെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് എല്ലാം കാണിക്കും. അപ്പോൾ ഹെഡിങ് വേണമെങ്കിൽ ഹെഡിങ് സെലക്ട് ആക്കുക. ഓക്കെ, ദിസ് ഈസ് മൈ ന്യൂ ഹെഡിങ്. ഇങ്ങനെ എന്ത് ഹെഡിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെഡിങ് സെക്ഷന് ആഡ് ആക്കണമെങ്കിൽ ഹെഡിങ് കൊടുക്കുക. എൻ്റർ കൊടുത്താൽ അവിടെ പാരഗ്രാഫ് വരും. ബൈ ഡിഫോൾട്ട് പാരഗ്രാഫ് ടൈപ്പ് ആക്കുക. ഓക്കെ, ലിസ്റ്റ് ഐറ്റംസ് വേണമെങ്കിൽ നമുക്ക് എന്തൊക്കെയുള്ള പാരഗ്രാഫ് ഇതിനെ ക്ലിക്ക് ചെയ്തെങ്കിൽ ലിസ്റ്റ് സെലക്ട് ആക്കിയാൽ മതി. ലിസ്റ്റ് ഐറ്റം ആവും അത്. എന്നിട്ട് എൻ്റർ കൊടുത്തപാട് ന്യൂ ലിസ്റ്റ് ആഡ് ആവും. ഇങ്ങനെ ഓക്കെ, ഇങ്ങനെ. ഇതിപ്പോൾ ഡിലീറ്റ് ആക്കണമെങ്കിൽ ഈ ബ്ലോക്ക് ഡിലീറ്റ് ആക്കണമെങ്കിൽ എന്താക്കുക, നമുക്ക് ഒന്ന് ഇവിടെ എന്താക്കുക, നമുക്ക് ഡിലീറ്റ് കൊടുക്കുക. ഇതിങ്ങനെ 1 by 1 ആയിട്ട് ഡിലീറ്റ് ആക്കുക. ഓരോ സെക്ഷനായിട്ട് നമുക്ക് എന്താക്കുക ഡിലീറ്റ് ആക്കാനുള്ള ഓപ്ഷൻ കിട്ടും. ഇപ്പോൾ നമുക്ക് 1 by 1, ഇപ്പോൾ കുറച്ചേ ഉള്ളത് കൊണ്ട് ഞാൻ 1 by 1 ഡിലീറ്റ് ആക്കി. ഇപ്പോൾ ഈ ഹെഡിങ് ഡിലീറ്റ് ആക്കണമെങ്കിൽ നമ്മളെ മൗസ് കർസർ ഉണ്ട് അവിടെ അത് ഡിലീറ്റ് ആവും. ഓക്കെ, സെയിം വിൻഡോ മൈക്രോസോഫ്റ്റ് ഓഫീസ് യൂസ് ആക്കുന്ന മതി. സോ ഇതെല്ലാം ആക്കിയതിന് ശേഷം മെയിൻ നമ്മൾ വേറെ കാറ്റഗറിയിൽ ഈ സർവീസസ് എല്ലാം ആഡ് ആക്കുന്നതിൽ എല്ലാം സെയിം. ഇവിടെ ടൈറ്റിൽ കൊടുക്കുക, ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എങ്ങനെ വേണം ഫോർമാറ്റ് ചെയ്യുക. പാരഗ്രാഫായിട്ട് പോവുക, ഹെഡിങ് കൊടുക്കുക, ലിസ്റ്റ് ഐറ്റംസ് ചെയ്യുക, ഇമേജ് ആഡ് ആക്കുക. ഇമേജ് ആഡ് ആക്കണമെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ താഴെ എനിക്ക് ഒരു ഫോട്ടോസ് ആഡ് ആക്കണമെങ്കിൽ 2 പ്രാവശ്യം എൻ്റർ കൊടുത്തിട്ട് / കൊടുത്താൽ എനിക്ക് സെലക്ട് ആക്കുക. ഇമേജ് വേണം, ഗാലറി വേണം, വീഡിയോ വേണം, ബട്ടൺസ് വേണം, കാലണ്ടർ വേണം, എന്ത് വേണമെങ്കിലും. ഇപ്പോൾ ഇമേജ് സെലക്ട് ആക്കിയെങ്കിൽ ഇമേജ് വരും. അപ്ലോഡ് സെലക്ട് ആക്കുക. അവിടുന്ന് സിസ്റ്റമിൽ അപ്ലോഡ് കൊടുക്കുക. ഓക്കെ, സോ അത് ഇവിടെ വരും. ഞാനിപ്പോൾ അപ്ലോഡ് കൊടുത്തിട്ടില്ല, ഡിലീറ്റ് ആക്കുന്നത്. അങ്ങനെ എന്താക്കാൻ പറ്റും, ഇമേജ് അപ്ലോഡ് ചെയ്യുക.
പിന്നെ മെയിനായിട്ട് റൈറ്റ് സൈഡിൽ 2 ടാബ് ഉണ്ട്, കൂർഗ് സ്റ്റേ സർവീസ് പിന്നെ ബ്ലോക്ക്. നമ്മൾ കൂർഗ് സ്റ്റേ സർവീസ് സെലക്ട് ആക്കണം. സെലക്ട് ആക്കിയപാട് ഇവിടെ ഏത് കാറ്റഗറിയിൽ ഈ സർവീസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ കാറ്റഗറി സെലക്ട് ആയിട്ടുണ്ടാവണം. ഇപ്പോൾ ആൾറെഡി ഞാൻ ആഡ് ആക്കിയതെല്ലാം എന്തായിന് സെലക്ട് ആക്കിയിന്. ഇപ്പോൾ നിങ്ങൾ പുതിയതായിട്ടൊന്ന് ആഡ് ആക്കുന്നതാണെങ്കിൽ എന്തൊക്കെ ഇവിടെ കാറ്റഗറി നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ആക്കിയാൽ മതി. ആ കാറ്റഗറി ഇപ്പോൾ എന്ത് കാറ്റഗറി വേണമെങ്കിൽ ഇപ്പോൾ ഹോട്ടൽസ് സെലക്ട് ആക്കിയിട്ട് എൻട്രി കൊടുത്താൽ ഈ കാറ്റഗറി ഇവിടെ ആഡ് ആവും. എന്നിട്ട് ഈ കാറ്റഗറീൻ്റെ അണ്ടറിൽ നമുക്ക് ഈ സർവീസ് ആഡ് ആയിട്ടുണ്ടാവും. അത് നമുക്ക് അതാത് പേജിൽ ഡിസ്പ്ലേ ആക്കാൻ വേണ്ടിയിട്ടാണ് കാറ്റഗറി കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് സൈറ്റ് സീയിങ് എന്നുള്ള പേജിൽ ഈ സർവീസ് ഡിസ്പ്ലേ ആകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാറ്റഗറി സൈറ്റ് സീയിങ് നമ്മൾ സെലക്ട് ആക്കിയത്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ആൾറെഡി യൂസ് ആക്കിയ കാറ്റഗറീസ് ഇവിടെ കാണാൻ പറ്റും. അതില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ന്യൂ ആഡ് ആക്കാം, മൾട്ടിപ്പിൾ കാറ്റഗറീസും ആഡ് ആക്കാം. ഒന്ന് തന്നെ ആഡ് ആക്കണമെന്നൊന്നുമില്ല, മൾട്ടിപ്പിൾ ആഡ് ആക്കാം. പിന്നെ നമുക്കവിടെ ഇപ്പോൾ വെബ്സൈറ്റിൽ ഇവിടെ കാണുന്നുണ്ടല്ലോ മെയിൻ ഫോട്ടോസ്, ഈ ഫോട്ടോ എല്ലാ സർവീസസിലും ഒരു മെയിൻ ഫോട്ടോ ഉണ്ടല്ലേ, ഇതിനെ ഫീച്ചേർഡ് ഇമേജ് എന്ന് പറയും. ഈ ഫോട്ടോ ഇതെല്ലാം ആ ഫീച്ചേർഡ് ഇമേജ് നമുക്കിവിടെ ഈ കൂർഗ് സ്റ്റേ സർവീസസിൻ്റെ സർവീസ് സെലക്ട് ആക്കിയിട്ടുണ്ടാണോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാറ്റഗറി സെലക്ട് ആക്കാനും ഫീച്ചേർഡ് ഇമേജ് സെലക്ട് ആക്കാനുള്ള ഓപ്ഷന് കാണുള്ളൂ. ഇവിടെ ആൾറെഡി ഈ ഫീച്ചേർഡ് ഇമേജ് സെലക്ട് ആക്കി. ഇത് റീപ്ലേസ് ആക്കണമെങ്കിൽ നമുക്ക് എന്താക്കാം, റീപ്ലേസ് ആക്കുക. ക്ലിക്ക് ചെയ്തിട്ട് സിസ്റ്റമിൽ നിന്ന് എന്താക്കുക, ഒന്നിക്കൽ ഫോട്ടോ സെലക്ട് ആക്കുക അല്ലെങ്കിൽ അപ്ലോഡ് ആക്കുക. നിങ്ങൾ സിസ്റ്റമിലുണ്ടാവില്ല, അതിന് ഡെസ്ക്ടോപ്പിൽ ആഡ് ഉണ്ട് നോക്കിയിട്ട് ആ ഫോട്ടോ അപ്ലോഡ് ആക്കുക. ഓക്കെ, അപ്ലോഡ് ആക്കിയിട്ട് സെറ്റ് ഫീച്ചേർഡ് ഇമേജ് കൊടുത്തെങ്കിൽ ആ ഇമേജ് ഇവിടെ വരും. അപ്പോൾ ഇതെല്ലാം ആയതിന് ശേഷം അപ്ഡേറ്റ് കൊടുക്കുക. അപ്ഡേറ്റായി വ്യൂ സർവീസ് കൊടുത്താൽ നമുക്ക് വെബ്സൈറ്റ് ഓപ്പൺ ആകും. ഫ്രണ്ട് സൈറ്റ് സീയിങ് എന്ത് എഡിറ്റ് ആക്കിയത് എല്ലാം ഇവിടെ നമുക്ക് വരും. ബട്ട് ഞാനിപ്പോൾ ഒന്നും എഡിറ്റ് സേവ് ആക്കിയിട്ടില്ല, അതിനെക്കൊണ്ട് നമ്മൾ ആൾറെഡി ആക്കിയത് വന്നിന്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചേഞ്ചസ് ഇവിടെ വരും. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ഡാഷ്ബോർഡ് പോയിട്ട് ഇപ്പോൾ ന്യൂ ആയിട്ട് ആഡ് ആക്കണമെങ്കിൽ അങ്ങനെ ആഡ് ആക്കാൻ നോക്കുക. ഒരു സർവീസിന് സെയിം പ്രൊസീജിയർ ഇവിടെ പോയിട്ട് കൂർഗ് സ്റ്റേ സർവീസസിൽ ആഡ് ന്യൂ പോസ്റ്റ് സെലക്ട് ആക്കുക. ആഡ് ന്യൂ പോസ്റ്റ് കൊടുത്തെങ്കിൽ ബ്ലാങ്ക്, ഇപ്പോൾ നമ്മൾ ആൾറെഡി ഒന്ന് നോക്കിയില്ല ഓപ്പൺ ആക്കിയിട്ട് എഡിറ്റ്, അത് ബ്ലാങ്ക് ആയിട്ട് ഓപ്പൺ ആകും. ഇവിടെ നിങ്ങൾക്ക് ടൈറ്റിൽ കൊടുക്കുക. ടൈറ്റിൽ ഇവിടെ എത്ര ഡീറ്റെയിൽ വേണമെങ്കിലും ടൈപ്പ് ആക്കി കൊണ്ട് നെക്സ്റ്റ് പാരഗ്രാഫ് വേണമെങ്കിൽ ടൈപ്പ് ആക്കിയിട്ട് പോവുക. ഇമേജ് ആഡ് ആക്കുക, പിന്നെ വീഡിയോ ആഡ് ആക്കാൻ പറ്റും. അങ്ങനെയുള്ള നമുക്ക് ഓപ്ഷൻ ഉണ്ട്. മീഡിയ ലൈബ്രറി പോയെങ്കിൽ ഇപ്പോൾ ഈ ഫോട്ടോ സെലക്ട് ആക്കി ആ ഫോട്ടോസ് ഇവിടെ വരും. ഓക്കെ, ഫോട്ടോ സെലക്ട് ആക്കുക. ഫോട്ടോസ് ഇപ്പോൾ ഇങ്ങനെ വന്നെങ്കിൽ വലുതായിട്ടുണ്ടാവും, സൈസ് ചെറുതാക്കണം. എന്തൊക്കെ ഇവിടെ താഴെ റെസൊല്യൂഷൻ ഉണ്ട്. മീഡിയം കൊടുത്തെങ്കിൽ ചെറുതായിട്ട് വരും, ഫുൾ സൈസ് കൊടുത്തെങ്കിൽ ഫുൾ സൈസായിട്ട് വരും. ഓക്കെ, ഫുൾ സൈസ് കൊടുക്കുക. ഇതിപ്പോൾ ഫുൾ സൈസ് വന്നിന്. എന്നിട്ട് പബ്ലിഷ് കൊടുക്കണം. പബ്ലിഷ് ഒരിക്കൽ ക്ലിക്ക് ആക്കിയിട്ട് ഇനി ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ക്ലിക്ക് ആക്കേണ്ടി വരും. ഓക്കെ, അത് കൊടുത്ത പാട് ന്യൂ സർവീസ്. പിന്നെ മെയിൻ ഇവിടെ ഈ ടാബ് സെലക്ട് ആക്കിയിട്ട് കാറ്റഗറി സെലക്ട് സർവീസ് കാറ്റഗറി എന്നുണ്ടല്ലേ, ഇവിടെ കാറ്റഗറി സെലക്ട് ആക്കണം. ഇവിടെ ഇല്ലെങ്കിൽ ന്യൂ ഒന്ന് ടൈപ്പ് ചെയ്യണം. എന്നിട്ടൊരു ഫീച്ചർഡ് ഇമേജ്, എന്നാലേ നമുക്ക് ഫ്രണ്ടിൽ ആ ഒരു മെയിൻ ഫോട്ടോ ആയിട്ട് വരുള്ളൂ. എന്നിട്ട് പബ്ലിഷ് കൊടുക്കുക. ഓക്കെ, ഇത് ന്യൂ ആഡ് ആക്കാനുള്ള. ഞാനിപ്പോൾ ഇത് സേവ് ആക്കുന്നില്ല. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് എന്തൊക്കെ ട്രാഷ് കൊടുക്കാം. ഞാനിപ്പോൾ ടെസ്റ്റ് ആക്കി നോക്കിയത്. ഓക്കെ, ഡിലീറ്റ് ആക്കണമെങ്കിൽ ട്രാഷ് എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അത് ട്രാഷിലേക്ക് പോകും, ഡസ്റ്റ്ബിന്നിലേക്ക് പോകും ഇതിക്ക്. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ വിൻഡോസ് സിസ്റ്റമിലെല്ലാം ഇല്ല റീസൈക്കിൾ ബിന്ന്, അങ്ങനെ ഈ ട്രാഷ് ഫോൾഡറിലേക്ക് പോകും. ട്രാഷ് ഫോൾഡറിൽ നമുക്ക് ബൈ മിസ്റ്റേക്ക് നമ്മൾ ഡിലീറ്റ് ആക്കിയത് അവിടെ ഉണ്ടാവും. നമുക്ക് എന്താക്കാൻ പറ്റും, റീസ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത് സർവീസസ് ആഡ് ആക്കാനുള്ള. ഇനി നമുക്ക് ഫ്രണ്ട് വെബ്സൈറ്റിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള കണ്ടൻറ്റ് ഉണ്ടാവില്ലേ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു ഈ കണ്ടൻറ്റ്സ് അല്ലെങ്കിൽ ഈ കണ്ടൻറ്റ്സ് ഈ ഫോട്ടോസ് ഇതെല്ലാം ഇങ്ങനെ ചേഞ്ച് ആക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വെബ്സൈറ്റ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടാണോ, ഓപ്പൺ ആയിട്ട് നമുക്കിവിടെ മേലെ ഒരു ബ്ലാക്ക് ബാർ കാണുന്നുണ്ടല്ലേ, എഡിറ്റ് പേജ്, എഡിറ്റ് വിത്ത് എലിമെൻ്ററി നോട്ട്സ് എന്നല്ലോ.
നമ്മൾ ഏത് പേജ് ഓപ്പൺ ആക്കിയാണ് ഇപ്പോൾ ഹോം പേജിലുണ്ട്. സോ ഈ പേജിൽ എന്തെങ്കിലും എഡിറ്റ് ആക്കണമെങ്കിൽ എഡിറ്റ് വിത്ത് എലിമെൻറ്റർ ക്ലിക്ക് ആക്കണം. ഈ ബ്ലാക്ക് ബാറിലുണ്ടല്ലോ ഇത്. ബട്ട് ഇത് നിങ്ങൾ അഡ്മിൻ ലോഗിൻ ആയെങ്കിൽ മാത്രമേ ഇത് കാണുള്ളൂ, അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് അവൈലബിൾ ഉണ്ടാവില്ല. ഓക്കെ, സോ ഈ പേജിൽ എന്തെങ്കിലും ഡീറ്റെയിൽ നിങ്ങൾക്ക് എഡിറ്റ് ആക്കണമെങ്കിൽ ഈ പേജ് ഓപ്പൺ ആക്കി വെച്ചിട്ട് എഡിറ്റ് വിത്ത് എലിമെൻറ്റർ ക്ലിക്ക് ചെയ്യുക. എഡിറ്റർ വിൻഡോ ഓപ്പൺ ആകുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള കണ്ടൻറ്റ്, ഡൈനാമിക് കണ്ടൻറ്റ് പറഞ്ഞാൽ നമ്മൾ സർവീസ് ആഡ് ആക്കുന്നത്, അതെല്ലാം നമ്മൾ ഡാഷ്ബോർഡിൽ പോയിട്ട് ചെയ്യണം. അഡ്മിൻ പാനൽ ബാക്ക് എൻഡിൽ. ഇത് ഫ്രണ്ട് എൻഡിൽ എഡിറ്റ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഹെഡിങ് എന്താ വെച്ചാൽ നിങ്ങൾ ഏത് കണ്ടൻറ്റ് ഇവിടെ ചേഞ്ച് ചെയ്യണോ ആ കണ്ടൻറ്റിൻ്റെ മേലെ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഓപ്പൺ ആയിരുന്നതാ കൂർഗ് സ്റ്റേ എന്ന്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ വേറെ ഇങ്ങനെ എന്തെങ്കിലും ആഡ് ആക്കുക, ഡിലീറ്റ് ആക്കുക. എന്നിട്ട് എന്താക്കണം, താഴെ അപ്ഡേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രം നമ്മൾ എഡിറ്റ് അപ്ഡേറ്റ് ആക്കി സേവ് ആവുള്ളൂ. സെയിം അതേമാതിരി തന്നെ ഈ പാരഗ്രാഫ്. പാരഗ്രാഫ് ഇവിടെ ക്ലിക്ക് ചെയ്ത ബട്ടൺ ലെഫ്റ്റ് സൈഡിൽ ഓപ്പൺ ആയി. ഇവിടെ നമുക്ക് പാരഗ്രാഫ് ആഡ് ആക്കുക. ന്യൂ പാരഗ്രാഫ് ആഡ് ആക്കുക. ഓക്കെ, ഞാൻ ആഡ് ആക്കുക ന്യൂ പാരഗ്രാഫ്. എന്നിട്ട് അപ്ഡേറ്റ് കൊടുക്കുക. എന്താവും, വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആകും. നിങ്ങൾ ഫ്രണ്ടിൽ ന്യൂ ടാബിൽ ഇനി വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് ഹോം പേജ് ഓപ്പൺ ആക്കിയിട്ട് ഇപ്പോൾ ഇത് ഹോം പേജിലുണ്ടല്ലേ, ഞാനിപ്പോൾ ആഡ് ആക്കിയ കണ്ടൻറ്റ് ഇവിടെ ആഡ് ആയി. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെ ഡിലീറ്റ് ആക്കുക, ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നത്. ഇപ്പോൾ ഇവിടെ ഡിലീറ്റ് ആക്കി. എന്നിട്ട് അപ്ഡേറ്റ് കൊടുക്കണം. പിന്നെ ഇമേജസ് ചേഞ്ച് ആക്കണമെങ്കിൽ ഇതിവിടെ ക്ലോസ് ആക്കുന്നത്. ഇപ്പോൾ അതായത് ഇമേജ് ചേഞ്ച്, ഇപ്പോൾ ഈ ഇമേജ് ചേഞ്ച് ആക്കണമെങ്കിൽ ഈ പെൻ കാണുന്നുണ്ടല്ലോ എഡിറ്റ്, ഇതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഓപ്പൺ ആവും. ആ ഇമേജിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തെങ്കിൽ നമുക്ക് ഇമേജ് ഇവിടെ ഉള്ളത് ആൾറെഡി അപ്ലോഡ് ആക്കിയതിൽ സെലക്ട് ആക്കുക, അല്ലെങ്കിൽ അപ്ലോഡ് ഫയൽസിന് പോയിട്ട് സെലക്ട് ഫയൽസ് കൊടുത്താൽ നമ്മളെ സിസ്റ്റമിൽ നിന്ന് സെലക്ട് ആക്കുക ഫോട്ടോസ്. ഓക്കെ, അത് സെലക്ട് ആക്കിയതിന് ശേഷം അപ്ഡേറ്റ് കൊടുക്കണം, എന്നാൽ ഇവിടെ അപ്ഡേറ്റ് ആവും. സെയിം അതേമാതിരി നിങ്ങൾക്ക് ഈ കണ്ടൻറ്റെല്ലാം ഇവിടെ കൂർഗ് നമ്മളെ ഡൈനാമിക്കായിട്ട് വരുന്ന കണ്ടൻറ്റ് ഉണ്ടല്ലോ ഫ്രണ്ടിൽ കാണുന്നത്, അത് നിങ്ങൾക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്റ്റാറ്റിക് കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിവിടെ ഫിക്സ് ആയിട്ടുള്ള കണ്ടൻറ്റ്, ഇത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം ഫ്രണ്ടിൽ നിന്ന്. ഈ കണ്ടൻറ്റ് എവിടെ ചേഞ്ച് ചെയ്യാം, ഞാൻ ഇപ്പോൾ കാണിച്ചില്ല. അഡ്മിനിൽ ലോഗിൻ ആയിട്ട് സർവീസ് ആഡ് ആക്കാൻ, സർവീസ് എഡിറ്റ് ആക്കാൻ, ഫോട്ടോ ചേഞ്ച്, ഇത് ഫീച്ചർഡ് ഇമേജ്, ഈ ഫോട്ടോസ് എല്ലാം അവിടെ നിന്ന് ചേഞ്ച് ആക്കണം. അത് ചേഞ്ച് ആക്കിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ആ ഡീറ്റെയിൽ കാണും. ഇത് ഫീച്ചർഡ് ഇമേജ് ഇവിടെ കാണുന്നല്ലോ. ഇതതിൻ്റെ ടൈറ്റിൽ പോസ്റ്റിൻ്റെ, ഇതതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ ഇത്ര ഡീറ്റെയിൽ, പിന്നെ വ്യൂ ഡീറ്റെയിൽസ്. ഓക്കെ, സോ ഇതൊന്നും നിങ്ങൾക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഈ ഹെഡിങ് ചേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ ഹെഡിങ് എല്ലാം ഓക്കെ, ഈ ഹെഡിങ് മാത്രം. ബട്ട് ഈ കണ്ടൻറ്റ് ഇത് ഡൈനാമിക് ആയിട്ട് സർവീസ് നമുക്കിവിടെ ഗ്രിഡായിട്ട് നമ്മൾ എന്താക്കുന്നത് ഡിസ്പ്ലേ ആക്കുന്നത് മാത്രം. ഇതെല്ലാം നമുക്ക് അവിടുന്ന് ബാക്ക് എൻഡിൽ നിന്ന് ചേഞ്ച് ചെയ്യാം. ബട്ട് ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെ ചേഞ്ച് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തെങ്കിൽ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എഡിറ്റർ വിൻഡോ ഓപ്പൺ ആവും. അവിടെ എന്താക്കാൻ പറ്റും, നമുക്ക് ഇതെല്ലാം കണ്ടൻറ്റ് എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് വെബ്സൈറ്റ് ഇപ്പോൾ എഡിറ്റർ വിൻഡോ ഒന്ന് എക്സിറ്റ് ആണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇത് 3 ലൈൻ ഉണ്ടല്ലോ ടോപ്പിൽ, ക്ലിക്ക് ചെയ്യുക. വ്യൂ പേജ് ഓപ്പൺ ആക്കിയ പാട് എഡിറ്ററിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് പേജിലേക്ക് വരും. ഓക്കെ, സെയിം ഇതേമാതിരി തന്നെ നമുക്ക് ഇതും നമുക്ക് ഫ്രണ്ട് എഡിറ്റ് വിത്ത് എലിമെൻറ്ററിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് അഡ്മിൻ ലോഗിനായിട്ട് സർവീസസ് എന്നുണ്ടല്ലോ അവിടെ പോയിട്ട് എഡിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ സർവീസ് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ആ സർവീസസിന് ഓപ്പൺ ആക്കുക, നിങ്ങൾ ആ സർവീസിന് ഓപ്പൺ ആക്കുക. എക്സാമ്പിൾ ഗ്രൂപ്പ് ആൻഡ് ഫാമിലി സ്റ്റേ, ഈ പ്രോപ്പർട്ടീൻ്റെ ഡീറ്റെയിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നിക്ക് അഡ്മിൻ ലോഗിനായിട്ട് ബാക്കിൽ പോയിട്ട് എഡിറ്റിൽ പോയിട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ അഡ്മിൻ ലോഗിൻ ആയെങ്കിൽ ആ പ്രോപ്പർട്ടീനെ ഓപ്പൺ ആക്കുക ഫസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട്. അതിൻ്റെ ഡീറ്റെയിൽ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ മേലെ എഡിറ്റ് കൂർഗ് സ്റ്റേ സർവീസ് എന്ന് കാണുന്നില്ലേ, എഡിറ്റ് വിത്ത് എലിമെൻറ്റർ അല്ല, അത് സ്റ്റാറ്റിക് കണ്ടൻറ്റ്. ഇത് നമ്മളത് ഡൈനാമിക് കണ്ടൻറ്റ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര സർവീസസ് ആഡ് ആക്കിയെന്നല്ല ബാക്ക് എൻഡിൽ പോയിട്ട്, അതെല്ലാം ഡൈനാമിക് കണ്ടൻറ്റ്. സോ അതിനെ ആഡ് ആക്കണമെങ്കിൽ എഡിറ്റ് ആക്കണമെങ്കിൽ എഡിറ്റ് കൂർഗ് സ്റ്റേ സർവീസ് ക്ലിക്ക് ചെയ്തെങ്കിൽ നമുക്ക് ഈ പെർട്ടിക്കുലർ പ്രോപ്പർട്ടീൻ്റെ
ബാക്ക് എൻഡിൽ എഡിറ്റ് വിൻഡോ ഓപ്പൺ ആവും. ഇത് ബാക്ക് എൻഡ് എഡിറ്റർ കേട്ടോ, ഫ്രണ്ട് എൻഡ് എഡിറ്റർ അല്ല. ഫ്രണ്ട് എൻഡ് എഡിറ്റർ എന്നാൽ എഡിറ്റ് വിത്ത് എലിമെൻറ്റിൽ പോയിട്ട് സ്റ്റാറ്റിക് കണ്ടൻറ്റ് മാത്രം നമ്മൾ എഡിറ്റ് ആക്കുക. സ്റ്റാറ്റിക് കണ്ടൻറ്റ് പറഞ്ഞാൽ അത് ഫിക്സ് കണ്ടൻറ്റ്, അത് ഒന്നും ചേഞ്ചസ് ആവില്ല. ബട്ട് ഇത് ഡൈനാമിക് കണ്ടൻറ്റ്, നമ്മൾ ബാക്ക് എൻഡിൽ വന്ന് എന്ത് ചേഞ്ചസ് ആക്കിയാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ട് എൻഡിൽ ചേഞ്ച് ആവും. ഓക്കെ, സോ ഇത് സെയിം ഇതേമാതിരി തന്നെ നമുക്ക് എന്തൊക്കെ നേരത്തെ ഞാൻ കാണിച്ചില്ല, എഡിറ്റ് ആക്കാൻ ഇവിടെ ഈ ടാബ് സെലക്ട് ആക്കി കാറ്റഗറി സെലക്ട് ആക്കാൻ, ഫീച്ചേർഡ് ഇമേജ് ചേഞ്ച് ആക്കാൻ. ഫീച്ചേർഡ് ഇമേജ് എന്ന് പറഞ്ഞാൽ മെയിൻ ഇമേജ്, നമ്മളെ പ്രോപ്പർട്ടീൻ്റെ മെയിൻ ഫോട്ടോ ഇല്ല അത്. എന്നിട്ട് ഇവിടെ മേലെ അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തെങ്കിൽ എഡിറ്റ് ഇത് അപ്ഡേറ്റ് ആവും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക വാട്സപ്പിൽ.